ഞാനങ്ങ് മാറി മക്കളെ കുറച്ചേനുള്ളൂ ഒരൊറ്റപ്പാട് അത് താറാവ് നടക്കും പോലെ ഇങ്ങനെ മഞ്ഞളൊക്കെ. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോണത് എൻ്റെ ഫസ്റ്റ് പീരീഡ് എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടാണ്. എല്ലാ പെൺകുട്ടികളും ഈ ഒരു കടമ്പ കടന്നിട്ടായിരിക്കും ഇവിടെ എത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമെന്ന് ഒന്ന് രണ്ട് കമൻ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ നമുക്ക് പീരീഡ്സിലേക്ക് കിടക്കാം. അപ്പോൾ എപ്പോഴാണ് പീരീഡ്സ് ആയെന്ന് പറയാം. ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടാവില്ലേ? വേറെ അകത്തിരുന്ന് കൂട്ടം പാട്ടോ എന്തെല്ലാം ഹോം തിയേറ്ററിൽ വെച്ചിട്ട് എന്നെ ഇങ്ങനെ ഇടങ്ങാറാക്കുന്നതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓഫ് ചെയ്യോ, ഞാൻ വീഡിയോ എടുക്കാന്ന്. അപ്പം എന്നോട് പറഞ്ഞു ഇനി വീഡിയോ എടുക്കേണ്ട എടുത്തോ, അതിനിപ്പോൾ എനിക്കെന്നാ. പിന്നെ അവനോടൊന്നും പറഞ്ഞ കാര്യമല്ലല്ലോ. അപ്പം ഞാൻ എന്താക്കി, കുന്തവും കുടച്ചക്രെല്ലാം എടുത്ത് പുറത്തേക്ക് ഇറങ്ങി വീഡിയോ അകത്തുനിന്ന് എടുക്കാൻ നോക്കിയത്. അപ്പോൾ അതിൻ്റെ ഒച്ചപ്പാട് അതിനെ കൊണ്ട് എന്താക്കി പുറത്തേക്ക് വന്നു. ഒരു 6ാം ക്ലാസ് അങ്ങനെ എത്തിയപ്പോൾ എൻ്റെ കൂടെയുള്ള എൻ്റെ 1-2 ഫ്രണ്ട്സ് എന്തായി പീരീഡ്സ് ആയി. അപ്പോൾ പീരീഡ്സ് ആയപ്പോൾ കുറേ ദിവസം ലീവാവുക ക്ലാസ്സിലേക്ക് വരാൻ. പിന്നെ അവർക്ക് ഒരുപാട് ഡ്രസ്സ് കിട്ടിയിരിക്കുന്നു പറയുക. അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും. അപ്പം ഉമ്മക്ക് ഉണ്ടാവില്ലോ, ചെറുതിലേ നമുക്ക് ചില ഡ്രസ്സിനോടൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമായിരിക്കും അല്ലേ. അങ്ങനെ ഒരുക്ക് ഡ്രസ്സ് കിട്ടിയിരിക്കുന്നെല്ലാം വിചാരിക്കുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും, എപ്പോഴാണ് ഞാനിങ്ങനെ പീരീഡ്സ് ആവുക, ഈ ഒരു പീരീഡ്സ് ഇതൊന്നുമില്ല, എപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ആവുക, അങ്ങനെയുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. എന്നാൽ എനിക്ക് കുറേ ഡ്രസ്സ് കിട്ടിയല്ലോ, അങ്ങനെ കുറേ ലഡു അങ്ങനെ മധുരങ്ങളൊക്കെ തരുമല്ലോ നമുക്ക്, അങ്ങനെ സാധനങ്ങളെല്ലാം കിട്ടിയല്ലോ ഞാനിങ്ങനെ വിചാരിക്കും. എന്തായാലും പോകട്ടെ, ഞാൻ അന്നൊക്കെ കുറച്ചേനുള്ളൂ, തിനാപ്പിടിയേനുള്ളൂ. അങ്ങനെ ഞാൻ ആയില്ല. അങ്ങനെ 7ാം ക്ലാസ്സിലെത്തിയവരെ എൻ്റെ ബാക്കിയുള്ള ഫ്രണ്ട്സായി. 8ാം ക്ലാസ്സിലെത്തിയവരെ പിന്നെ കുറേ പുതിയ ഫ്രണ്ട്സ് വന്നേ. പുതിയ ഫ്രണ്ട്സ് എത്തിയപ്പോൾ ഓരോ ഇങ്ങനെ പറയും, എനിക്കിങ്ങനെ നമ്മളിങ്ങനെ ഏതെങ്കിലും അമ്പലത്തിലൊക്കെ പോയാലോ എന്നൊക്കെ ചെയ്യുമ്പോൾ പറയും, അല്ലെങ്കിൽ ഏതെങ്കിലും ടൈം ഉണ്ടാവില്ലേ, കൊട്ടിയൂർ പോലത്തെ അമ്പലത്തിലൊക്കെ പോകുന്ന സമയത്ത് അയ്യോ എനിക്ക് പോകാനാവില്ല, എനിക്കിങ്ങനെ പീരീഡ്സ് ആയിന് എന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു വിഷയമില്ല, അയ്യൊരു സംഭവമേ ഇല്ല. അങ്ങനെ എല്ലാവരും ഒട്ടുമുക്കെല്ലാവരും പീരീഡ്സ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ മാത്രം പീരീഡ്സ് ആയില്ല. അങ്ങനെ 8ാം ക്ലാസ് കഴിഞ്ഞ് 9ാം ക്ലാസ്സിലേക്ക് എത്തി. 9ാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ എൻ്റെ വീട്ടിൽ പണി നടക്കുന്ന സമയമായിരുന്നു. ഇതിൻ്റെ മുന്നേ അമ്മ വരെ നമുക്ക് എന്ത് പറഞ്ഞുതരും, ഇങ്ങനെ പീരീഡ്സ് ആകുമ്പോൾ ഇന്ന തരത്തിലുള്ള ഇതൊക്കെ ഉണ്ടാവും, എന്നപ്പോൾ ഞാൻ അമ്മേൻ്റെ അടുത്ത് വന്ന് പറയണമെന്നൊക്കെ പറയുമല്ലോ, അങ്ങനെയൊക്കെ പറയലുണ്ടായിരുന്നു. അങ്ങനെ പണി നടക്കുന്ന സമയത്ത് ഒരു ദിവസം എനിക്ക് ഭയങ്കര സൈഡിൽ നിന്നൊരു ഭയങ്കര വേദന. ഇതിൻ്റെ മുന്നേ നമുക്ക് അറിയില്ലല്ലോ അങ്ങനത്തെ ആന്ന് വേദന എന്നുള്ളത്. അങ്ങനെ വേദന വന്ന സമയത്ത് ഞാൻ എന്താക്കി, അമ്മേനോട് പറഞ്ഞ് എനിക്ക് ഭയങ്കര വേദന. അപ്പോൾ അമ്മ പറഞ്ഞ് ഞാനെന്തോ ചൂടുവെള്ളത്തിലെന്തോ ജീരക വെള്ളം ആക്കി തരാമെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞ് ആയിക്കോട്ടെ അത് കുടിച്ച്. അന്നേരം അച്ഛമ്മ പറഞ്ഞ് വെളുത്തുള്ളി അച്ഛമ്മ എന്തോ ചുട്ടിട്ട് എന്തോ ഒരു സാധനം ആക്കി തന്നു. അതാക്കിയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര വേദനയായപ്പോൾ മൂത്രമൊഴിക്കാം ഒന്നിനെ പോകണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ എന്താക്കി, ബാത്റൂമിലേക്ക് പോയിട്ട് വെറുതെ ഒന്ന് മൂത്രമൊക്കെ ഒഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് മൂത്രമൊഴിക്കാൻ പോയി. അന്നപ്പോൾ അന്ന് ഇങ്ങനെ അവിടെ എത്തുമ്പോഴത്തേക്കും എനിക്കെന്തോ ഒരു എന്താ പറയുക, എൻ്റെ പാൻറ്റീസ് ഒന്ന് വെറ്റായ പോലെയോ അങ്ങനെ എന്തൊക്കെ ഒരു തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് എന്താക്കി പോയി നോക്കി, ബാത്റൂമിലേക്ക് പോയി നോക്കുമ്പോൾ ഞാൻ പീരീഡ്സ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒറ്റപ്പാട്, ഞാൻ ഇത് കണ്ടിക്കില്ലല്ലോ, എനിക്ക് ഇത് ആവണമെന്ന് ആദ്യം ഉണ്ട്. ഈ ഒരു സംഭവം പെട്ടെന്ന് തന്നെ പോകണം, കുറേ ഡ്രസ്സ് കിട്ടണം, മിഠായി കിട്ടണം, അല്ലെങ്കിൽ മാല, സ്വർണ്ണമാല, സ്വർണ്ണമോതിരം അതൊക്കെ കൊണ്ടുതരിക. എനിക്ക് കിട്ടണം എന്നല്ല, വേഗം പീരീഡ്സ് ആവണം എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വെച്ചാൽ എൻ്റെ ഹോംവർക്കെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ഫ്രണ്ട്സൊക്കെ പറയും ഞാൻ ഇങ്ങനെ എനിക്ക് വയറ് വേദനയൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു പറയുമ്പോൾ എനിക്ക് അതിനൊന്നിനും പറ്റില്ല. ഞാൻ എപ്പോഴും എന്തെങ്കിലും ട്രാവലായിരിക്കും, എപ്പോഴും ഇതായിട്ടായിരിക്കും, കുടുങ്ങി കിടക്കുന്ന ഒരവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഒടുവിൽ ഞാൻ പീരീഡ്സ് ആയ സമയത്ത് ഫുള്ള് അമ്മേന്ന് പറഞ്ഞ ഒരൊറ്റ അലർച്ച. അപ്പോൾ അമ്മ ചോദിച്ചാൽ എന്താ, അന്നേരം ഞാൻ അമ്മേനോട് എന്താക്കി, ആ സമയത്ത് പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു. അമ്മ അങ്ങ് ഒരുക്ക് ചായ കൊടുക്കുന്ന സമയത്ത് ഞാൻ അമ്മേൻ്റെ അടുത്തേക്ക് പോയെന്ന് വെച്ചാൽ താറാവ് നടക്കും പോലെ, താറാവ് നടക്കുന്ന രീതിയിലാണ് ഞാൻ അമ്മേൻ്റെ അടുത്തേക്ക് നടന്നു പോയിട്ട് അമ്മേനോട് പറഞ്ഞത്, അമ്മേ ഞാനിങ്ങനെ പീരീഡ്സ് ആയിട്ടുണ്ട്, എനിക്കിങ്ങനെ പീരീഡ്സ് ആയിട്ടുണ്ട്. അന്നേരം അമ്മ എന്നോട് പറഞ്ഞ് ഇങ്ങനെ ഒന്നും നടക്കല്ല, ഇതൊക്കെ സ്വാഭാവികമാണ്. എന്നിട്ട് ഞാൻ വേണം അതെനിക്കറിയാം, എനിക്കിപ്പോൾ ഡ്രസ്സൊക്കെ കൊണ്ടുതരികയെന്ന് ചോദിച്ചു. അന്നേരം അമ്മ പറഞ്ഞ് അതൊന്നും ആയിട്ടില്ല, ഇനി ആദ്യം അകത്തേക്ക് കയറിയതാണ്. അപ്പം എനിക്കൊരു ചടങ്ങുണ്ടായിരുന്നു, പിന്നെ ഇങ്ങനെ മഞ്ഞളൊക്കെ തേച്ച് കുളിപ്പിച്ച് തന്നെ, പിന്നെ
അകത്ത് 7 ദിവസം ഇരിപ്പിച്ച് അങ്ങനെയാണ് ഓരോ ദിവസമായിട്ട് ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ലഡു കൊണ്ടെത്തിരുന്നത് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ എനിക്ക് ഓരോല്ലാം ഫേസ് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചൊരു കുറവൊക്കെ ഉണ്ടായിരുന്നു, ഒരു ചടുപ്പ്. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കളിക്കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ, ചെക്കന്മാരൊക്കെ ഉണ്ട്. പോരെല്ലാം വന്നേക്കും, എനിക്കെന്താ പറ്റിയേ, എനിക്കെന്താ പറ്റി, എനിക്ക് സുഖമല്ലേ, എനിക്കെന്തോ ആണെന്ന് പറയുന്ന കേട്ടിയല്ലോ. ഓരൊക്കെ അങ്ങനെ വന്ന് പറയുന്നത്. പിന്നെ വെച്ചാൽ ഈ തേങ്ങ വാക്കത്തി എടുത്തിട്ട് വെട്ടിയിട്ട് ആദ്യം ഏത് കുട്ടി ഉണ്ടാവുക അങ്ങനെ എന്തോ ഒരു സാധനം ചെയ്തിട്ടുണ്ട്. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അതെന്തോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു വെച്ച് അങ്ങനത്തെ എന്തൊക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ മഞ്ഞളെല്ലാം തേച്ച് ഒരാഴ്ച വീട്ടിലെല്ലാം ഇരിക്കുമ്പോഴത്തേക്കും ഞാനങ്ങ് മാറി മക്കളെ സീനായി പോയിട്ടുണ്ടായിരുന്നു. ഒന്നും കുറച്ച് നിറയെല്ലാം വെച്ച് ഒരു തുടുപ്പെല്ലാം വന്ന് പിന്നെ 7 ദിവസം കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകുമ്പോൾ എല്ലാം നോടിക്കുക, എനിക്ക് നല്ലൊരു മാറ്റം വന്നിനല്ലോ, എനിക്ക് കുറച്ച് വലിയൊരു പക്വതെല്ലാം വന്നിനല്ലോ, അത് മാത്രമല്ല എനിക്ക് കുറച്ചൊരു കളറ് വന്നിനല്ലോ, അങ്ങനെ 100 ചോദ്യം. അപ്പം ഞാൻ കുറേ ആൾക്കാരോടെല്ലാം പറഞ്ഞെന്ത് ഫ്രണ്ട്സിനോടൊക്കെ പറയാം, നമ്മൾ പോയപാട് ഫ്രണ്ട്സിൻ്റെ അടുത്തല്ലേ പറയാം പീരീഡ്സ് ആയിരുന്നു അതുകൊണ്ടാണ് ഇത്രയും ദിവസം വരാതിരുന്നേന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എൻ്റെ അടുത്ത 1-2 ഫ്രണ്ട്സ് വിളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്താ വരാതെന്നുള്ള. അപ്പം ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ പീരീഡ്സ് ആയിരുന്നു, ഒരു മാത്രമേ അറിയൂ, ക്ലാസ്സിലെ ബാക്കിയുള്ളവരും അറിയുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ പോയാന്ന് ഞാൻ ഒരിടത്തെല്ലാം പറയുന്നത്, അവരോട് പറഞ്ഞു ഇപ്പോൾ ആരോടും പറയണ്ടേ, ഫ്രണ്ട്സിനോടും മുൻകൂട്ടി പറഞ്ഞു ഇപ്പോൾ ആരോടും പറയണ്ടേ. ഈ ഒരു സാധനം എല്ലാം കഴിഞ്ഞ് പിന്നെ വേദന തുടങ്ങി. ആദ്യം അങ്ങനെ ഒരു വേദന ഒന്നുമില്ലായിരുന്നു, പിന്നെ എന്തായി വേദന തുടങ്ങി, അടിവായിട്ടിരുന്നു ഭയങ്കര വേദന. അപ്പോൾ ആ കട്ടിൻ്റെ ഈ അറ്റം മുതൽ ഈ അറ്റം വരെ ഉരുണ്ട് ഈ ഒരു കളിയാണ് ഇന്ന് വരെ കേട്ടോ. അന്ന് മുതൽ ഇന്ന് വരെ വയറുവേദനയാണ്. പിന്നെ വെച്ചാൽ മുഖത്ത് പിമ്പിൾസ് എല്ലാം വരാൻ തുടങ്ങി. അപ്പോൾ അതൊക്കെ ഒരു വിഷമായിരിക്കില്ല. നമ്മൾ ഹൈസ്കൂളിൽ എത്തുമ്പോൾ വെച്ചാൽ അത്യാവശ്യം ഒരുങ്ങി നടക്കുന്നൊരു പ്രായമായിരുന്നല്ലോ. അപ്പോൾ കുരുവെല്ലാം വന്ന് ഇവിടെ മാത്രമേ ഉണ്ടാവും ഇങ്ങനെ പൊന്തി നിൽക്കുന്നത്. അപ്പോഴും അതിന് വേണ്ടിയിട്ട് എന്താക്കും, അതെല്ലാം പറയുന്നു ചൂടുവെള്ളം പിടിച്ചിട്ടുണ്ടെങ്കിൽ കുരു പോകുന്നുള്ള. പക്ഷേ ചൂടുവെള്ളം പിടിച്ചിട്ടുണ്ടെങ്കിൽ കുരു കല്ലിച്ചു പോകുന്നത് പിന്നെയാന്ന് മനസ്സിലായേ. അങ്ങനെയൊക്കെ ഓരോ ഇതായിരുന്നു. പിന്നെന്ന് വെച്ചാൽ പീരീഡ്സ് ആയതിനു ശേഷം കുറച്ച് മെച്ചുവേർഡ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതുവരെ നമ്മൾ അങ്ങോട്ടോടി ഇങ്ങോട്ടോടി കളിക്കാൻ പോയി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വെച്ചാൽ കളിക്കാൻ ഷട്ടിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോവാന്നല്ലാണ്ട് ഓടി തൊട്ട് കളിക്കുക, ഒളിച്ചും പൊത്തി കളിക്കുക അതിനൊന്നും പിന്നെ പോയിട്ടില്ല. പിന്നെ കുറച്ച് മെച്ചുവേർഡായി. പിന്നെ നമുക്ക് കുനുകുന കുറച്ച് പറയാനുണ്ടാവും അല്ലേ. ഹൈസ്കൂളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ കുറേ കഥകളൊക്കെ ഉണ്ടാവും. അങ്ങനെ നമ്മുടെ പ്രായമുള്ള കുറച്ച് ആൾക്കാർ കൂടി ഇരിക്കുമ്പോൾ ഇങ്ങനത്തെ കഥയെല്ലാം എടുത്തുള്ളൂ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു ജസ്റ്റ് ഫോർ രസം അങ്ങനെ പോയി. പിന്നെ വെച്ചാൽ എൻ്റെ അമ്മ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാവും, ഈ സമയത്ത് ഇങ്ങനെ ഉണ്ടാവും, അന്നേരം ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ മുൻകൂട്ടി ആദ്യം ഇങ്ങനെ പറഞ്ഞിരുന്നു. അന്നേരം പേടിച്ച് പോകുമൊന്നും വേണ്ട, സ്കൂളിൽ നിന്നൊക്കെ ഇങ്ങനെ പീരീഡ്സ് ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷെ ഭാഗ്യത്തിന് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ആയേ. അതുവരെ പറഞ്ഞ് നടന്ന് അത്രയും ഉഷാറ് കാണിച്ച ഞാനെന്നല്ലേനും പീരീഡ്സ് ആയ സമയത്ത് ആകെ അട്ടസിച്ച് ഒരു കളി തന്നെയായിരുന്നു. താറാവ് നടക്കുമ്പോഴുള്ള നടത്തവും വിചാരിക്കാനൊന്നുമില്ല. അപ്പോൾ പീരീഡ്സ് എന്ന് വെച്ചാൽ ഒരു വശം നോക്കുമ്പോൾ വേദന ഉണ്ടാവും. പിന്നെ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും ഒരു അമ്പലത്തിൽ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കൂല. അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കണം. എന്തോ അങ്ങനത്തെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. പിന്നെ പീരീഡ്സ് എല്ലാ പെൺകുട്ടികളും ആവണമെന്ന് നിർബന്ധമുള്ളൊരു കാര്യമാണ്. കാരണം വെച്ചാൽ പീരീഡ്സ് ആയാലും മാത്രമാണ് നമുക്ക് ഭാവിയിലേക്കുള്ള ബാക്കിയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവും. ഈ ഒരു സമയത്ത് നമ്മൾ വിചാരിക്കും, ഏത് സമയത്ത് വയറുവേദനയുള്ള സമയത്ത് നമ്മൾ വിചാരിക്കും ഒരാൺകുട്ടിയായിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വേണേനും, ഓർക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നേ ഇല്ലല്ലോ എന്ന്. പക്ഷേ ഓർക്ക് ഓരോതായ പ്രശ്നങ്ങൾ വേറെ ഉണ്ടാവും കേട്ടോ, അത് നമ്മൾ അറിയുന്നില്ല. ഈ ഒരു സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന വയറുവേദന നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് കൂട്ടുന്ന ഓരോതായ പ്രശ്നങ്ങൾ ഓർക്ക് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, സീ യു.